സുബ്ഹാനല്ലാഹ്, ഗർഭിണികളെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് നമ്മളെ നാട്ടിലുണ്ട്. അങ്ങനെ ഒരു ചടങ്ങ് പ്രത്യേകം സുന്നത്തൊന്നുമില്ല, ഫർളും ഇല്ല. ഇപ്പം അടുത്താരോ ഒരാൾ എന്നോട് വിളിച്ച് ചോദിച്ചു, 7ാമത്തെ മാസത്തിൽ ഉസ്താദെ വിദേശത്തായി പോയി അവനും അവളും, 8ാമത്തെ മാസത്തിലാ നാട്ടിൽ വന്നത്, എനിക്ക് കൂട്ടാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു മാസക്കണക്കും അതിനില്ല. 7, 6, 8, 5 ഒന്നും ഇല്ലെങ്കിലോ, തീരെ കൂട്ടിയിട്ടില്ലെങ്കിലോ, അല്ല ആദ്യം തന്നെ തീർത്തും അവൻ്റെ വീട്ടിൽ തന്നെ ആയാലോ, പ്രസവമടക്കം മോൻ്റെ കൂടെ തന്നെ ആയാലോ, അല്ല അവളെ വീട്ടിൽ തന്നെ ആയാലോ, ഇതിനൊന്നും ശറയിൽ യാതൊരു നിയമവുമില്ല കേട്ടോ. അതിനു വേണ്ടി ഒരാളും തല്ലുണ്ടാക്കണ്ട, അതിനു വേണ്ടി അന്ധവിശ്വാസം ഉണ്ടാക്കണ്ട. പക്ഷേ ആ ഗർഭിണി സുഖപ്രസവത്തിലൂടെ നല്ല കുട്ടിയെ കിട്ടണമെന്ന് മനസ്സിലാക്കുന്ന ഉമ്മമാർ അങ്ങനെ ഒരു ചടങ്ങുണ്ടാക്കിയിട്ട് കുറെ ഭക്ഷണം സദഖ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടക്കണ്ട. അവിടെ ഒരു ഫാത്തിഹ ഓതിയിട്ടൊരു പണ്ഡിതൻ ദുആ ചെയ്തിട്ട് അതാ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊരു പുണ്യകർമ്മമാണല്ലോ, അത് മുടക്കണ്ട. അതേ സമയത്ത് അതില്ലെങ്കിൽ എന്തോ കുഴപ്പമുണ്ട് എന്നൊരു ധാരണയും വേണ്ട. ആ സൽക്കർമ്മം മുടങ്ങിപ്പോയി എന്നത് മാത്രമേ ഉള്ളൂ. സൽക്കർമ്മമൊക്കെ മുടക്കാതിരിക്കുന്നത് നല്ലതാണല്ലോ. ആ നിലക്കല്ലാതെ പ്രത്യേകം ഇന്ന മാസത്തിൽ കൂട്ടണമെന്നൊന്നുമില്ല. ഈ കാര്യം ഞാൻ ഇടയ്ക്ക് സൂചിപ്പിക്കുകയാണ്. അതേ സമയത്ത് നമ്മളിപ്പോ ഓതി വെച്ച ആയത്തിലുണ്ടല്ലോ, മുഅ്തദിൻ അസീം, ദുഷ്ടനായ മനുഷ്യനെ പരിചയപ്പെടുത്തുമ്പോ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അതിരുവരമ്പുകൾ വിട്ടുകിടക്കുന്നവൻ. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയട്ടെ, സഹോദരന്മാരോട് പറയട്ടെ, പ്രത്യേകം യുവാക്കളോട് പറയട്ടെ, ഞാൻ അറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. ഇന്നൊരാൾ വിളിച്ചിട്ട് അതേ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. ഞാൻ കേട്ടപ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നി. ഉണ്ടോ ഇല്ലേ എന്നെനിക്കറിയില്ല. വിവാഹം ചെയ്തിട്ട് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുവരാറുണ്ട്. അങ്ങനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ അണിയിച്ചവരെ കൂട്ടിക്കൊണ്ടുപോകാറുണ്ട്. അതിൽ തെറ്റൊന്നുമില്ലല്ലോ. ആ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്തും ഒരു ഫാത്തിഹ ഓതി ദുആ ചെയ്തിട്ട് കൂട്ടിക്കൊണ്ടുപോയാൽ അതുകൊണ്ട് തകരാറൊന്നും വരാനില്ലെന്ന് മാത്രമല്ല, ആ ദുആക്ക് ഇജാബത്ത് കിട്ടിയാൽ ഖൈറാണല്ലോ. എന്ന് മാത്രമല്ല, നമ്മുടെ ഉമ്മബാപ്പമാര് പലരും ഖബറിലുണ്ടല്ലോ. ഈ വിവാഹ ചടങ്ങിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, അവർക്കൊരു ബിരിയാണി കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ അവരുടെ എല്ലാം ഖബറിലേക്ക് ഒരു സമ്മാനം എന്ന നിലക്ക് ഒരു ഫാത്തിഹ ഓതിയിട്ട് ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയാൽ ആ ഫാത്തിഹയുടെയും അതുപോലെ ഇഖ്ലാസിന്റെയും മുഅവ്വിദത്തൈനിയുടെയും ഒക്കെ പ്രതിഫലം പോലെ മരിച്ചവരുടെ ഖബറിലേക്ക് ഹദിയ ചെയ്താൽ അവർക്ക് ബിരിയാണി കിട്ടുന്നതിനേക്കാൾ, എന്ത് കിട്ടുന്നതിനേക്കാളും വലിയ സന്തോഷമായി പോയി. ഞങ്ങളെ മക്കൾ മറന്നിട്ടില്ലല്ലോ, ഞങ്ങളുടെ പേരമക്കൾ മറന്നിട്ടില്ലല്ലോ. ഞങ്ങൾ താമസിച്ച വീട്ടിൽ താമസിക്കുമ്പോൾ അവരിങ്ങനെ ബിരിയാണി തിന്നുമ്പോ ഞങ്ങളെ അവര് മറന്നിട്ടില്ലല്ലോ. സന്തോഷമാകും. അതുകൊണ്ടാണ് മുൻകാല പണ്ഡിതന്മാർ അത്തരം സൽക്കർമ്മങ്ങളെ ഒന്നും ചോദ്യം ചെയ്യാതിരുന്നത്. അവിടെ ദുആ നടക്കുകയല്ലേ, ഫാത്തിഹ ഓതുകയല്ലേ, ആളുകൾ ആമീൻ പറയുകയല്ലേ, നടന്നോട്ടെ. പക്ഷേ ആ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് അതേ സ്ത്രീകളായിരിക്കണം കൊണ്ടുപോകുന്നത്. പുരുഷന്മാര് കലരണ്ട, അന്യപുരുഷന്മാര് കലരണ്ട. ഇതുപോലെ പെണ്ണ് കാണാൻ പോകുന്ന സമയത്ത് അന്യപുരുഷന്മാരെയും കൂട്ടിപ്പോയിട്ട് ആ പെണ്ണിനെ അതാ വരനാകാൻ ഉദ്ദേശിക്കുന്നവനല്ലാതെ നോക്കണ്ട. മറ്റ് പുരുഷന്മാർക്ക് നോക്കൽ ഹറാമാണ്. നോക്കാനാണ് ആ പെണ്ണ് കാണൽ പരിപാടിക്ക് വീട്ടിൽ ഇറങ്ങുന്നതെങ്കിൽ കാലെടുത്ത് വെക്കൽ തന്നെ ഹറാമാണ്. ആ ഹറാമ് ചെയ്യിപ്പിക്കാനാണ് ഭക്ഷണം പാകം ചെയ്തതെങ്കിൽ ആ ഉണ്ടാക്കിയ ഭക്ഷണം ഉണ്ടാക്കിയതും ഹറാമിനാണ്. അന്യപുരുഷന്മാർക്ക് അവിടെ നോക്കാൻ അവകാശമില്ല.
ഞാൻ പറയട്ടെ, ദൂർത്തടിച്ച് പണമുള്ളതിന്റെ പേരിൽ എന്തും ചെയ്യുന്ന ഒരു ചുറ്റുപാട് പല നാടുകളിലും വളർന്നു വരുന്നുണ്ട്. അതില്ലായ്മ ചെയ്യാതിരുന്നാൽ മുസ്ലിം ഉമ്മത്തിന് എന്തെല്ലാം മുസീബത്തുകളാണ് റബ്ബിറക്കുന്നതെന്ന് കണ്ടറിയേണ്ടി വരും കേട്ടോ. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നതിന് ഞാൻ എതിരല്ല. പക്ഷേ ദൂർത്തടിക്കണ്ട, പാവപ്പെട്ടവർക്കും ഇവിടെ ജീവിക്കണമല്ലോ. ചില ആളുകൾ വലിയ ദൂർത്തടിക്കുമ്പോ പാവപ്പെട്ടവന്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചും ബോധം വേണം. തീരെ ഒരു 10 പവന് കൊടുക്കാൻ കഴിയാത്തതിനാൽ തൊട്ടടുത്ത വീട്ടിലുള്ള പെൺകുട്ടിയുടെ വിവാഹത്തിനൊരു പവൻ ചോദിച്ചാൽ നിന്റെ മനസ്സതിന് അനുവദിക്കൂല. ദൂർത്തടിക്കുന്നതിന് നിനക്കൊരു മടിയുമില്ല. ഇനി ഞാൻ പറയട്ടെ, പുതിയ ഒരു ഹറാമായ ബിദ്അത്ത്, പുതിയ ഹറാമായ ബിദ്അത്ത്, വമൻ ഇബ്തദഅ ബിദ്അതൻ സയ്യിഅതൻ ഫലഹു വിസ്റുഹാ വവിസ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഔസാരിഹിം ശൈഅ. നബി തങ്ങൾ പറഞ്ഞില്ലേ, പുത്തൻ ആചാരങ്ങൾ ഉണ്ടാക്കുന്നു ചിലര്, അത് തെറ്റായതാണെങ്കിൽ ഉണ്ടാക്കിയവര് ഖിയാമത്ത് നാൾ വരെ അവനെ ചെയ്ത പരിപാടി തുടർന്ന് ചെയ്യുന്ന സമയത്തെല്ലാം അവനാ തെറ്റിന്റെ കുറ്റം കിട്ടുന്നു. ഞാൻ പറയട്ടെ, വിവാഹം നടന്ന പെൺകുട്ടിയെ നല്ല ആഭരണമണിയിച്ച് നല്ല വസ്ത്രമണിയിച്ച് സ്റ്റേജിന്റെ മുകളിൽ കുത്തിരിപ്പിക്കുന്ന ഒരു പച്ച ഹറാം, അന്യപുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കുന്ന പച്ച ഹറാം മുസ്ലിമീങ്ങൾ മടിയില്ലാതെ ചെയ്യുന്നത് കാണുമ്പോ നാണക്കേട് തോന്നുന്നു. അവിടെന്നും വിട്ടുപോയി എന്നാണ് ഇന്നൊരാള് വിളിച്ചു പറഞ്ഞത്. അതെങ്ങനെ? ആ പെൺകുട്ടിയെ കൊണ്ടുവന്നിരുത്തുമ്പോ അവിടെ കുറെ ആണുങ്ങളും വന്ന് അവളുടെ കൂടെ ഇരുന്നിട്ടതാ ചിലര് തേങ്ങ ഉടപ്പിക്കുകയാണ്, വേറെ ചിലര് അവളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കുകയാണ്. പഴയ കാലത്ത് ചില കോളേജുകളിൽ റാഗിങ് നടത്താറുണ്ടായിരുന്നു. അതുപോലെ പുതിയ പെണ്ണിനെ റാഗിങ് നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, സ്വന്തം ബാപ്പ വളരെ അതവോടെ ഗുരുത്വത്തോടെ പഠിപ്പിച്ച പെൺകുട്ടി, ആ പെൺകുട്ടിയെ കൊണ്ടുവന്ന അന്ന് തന്നെ ഭർത്താവിന്റെ വീട്ടിൽ വെച്ച് ഇത്തരം തോന്നിവാസം ചെയ്യുന്നത് നിർത്താൻ, അത് നിർത്തിക്കാൻ അതാ നാട്ടിലെ മുതലാളിമാർ, നാട്ടിലുള്ള കാരണവന്മാർ, നാട്ടിലുള്ള കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവർ, നാട്ടിലെ ഖാദിമാർ, നാട്ടിലെ ആലിമീങ്ങൾ, നാട്ടിലെ സംഘടനാ പ്രവർത്തകർ ഇത്തരം തെമ്മാടിത്തങ്ങളെ ഇല്ലാതെയാക്കാൻ നിയമപരമായ മാർഗത്തിലൂടെ പരിശ്രമിക്കാതെ എത്ര പ്രായമുള്ള കാരണവരും അത് നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്. അതാ കുടുംബത്തിൽ ഒരു കാര്യം പറഞ്ഞാൽ നടക്കുന്നവൻ അത് നോക്കിയിട്ട് അതെല്ലാം കുട്ടികളെ പരിപാടിയാണ് എന്ന് പറഞ്ഞ് അവനും ഇറങ്ങിപ്പോവുകയാണ്. അള്ളാന്റെ ലയനത്തിറങ്ങും കേട്ടോ. ആ ലയനത്ത് സുബ്ഹാനല്ലാഹ്, ഇനി വല്ലതും ഇറങ്ങാൻ ഇവിടെ ബാക്കിയുണ്ടോ? ഈ സമുദായത്തിന് എന്തൊരു അന്തസ്സുണ്ടായിരുന്നു, എന്തൊരു അഭിമാനമുണ്ടായിരുന്നു. ഏത് നിലക്കായിരുന്നു പൂർവകാലം? എന്റെ കുട്ടിക്കാലമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഈ സമുദായത്തിന് എന്തൊരു ഇസ്സത്ത് ഉണ്ടായിരുന്നു. ഇന്നെന്തേ സുഹൃത്തുക്കളെ ഈ സമുദായം ചോദ്യചിഹ്നമായി പോയത്? എന്തുകൊണ്ട് ഈ സമുദായത്തിന് പല സ്ഥലത്തും എതിരായ നീക്കങ്ങൾ ഉണ്ടാകുന്നത്? അള്ളാന്റെ സഹായം നഷ്ടപ്പെടുകയല്ലേ? അല്ലാഹു അല്ലാതെ സംരക്ഷകനുണ്ടോ? അല്ലാഹ് അല്ലാതെ സഹായിക്കുന്നവനുണ്ടോ? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിർ റഹീം. ആരെയും അടക്കി ഭരിക്കാൻ കഴിവുള്ള ഇസ്സത്തുള്ളവൻ അല്ലാഹുവല്ലേ. അതുപോലെ റഹ്മത്ത് ചെയ്യുന്നവൻ അല്ലാഹുവല്ലേ. സഹായം മുഴുവനും റബ്ബിൽ നിന്നല്ലേ. ആ റബ്ബിന്റെ സഹായം ഇന്ന് സമുദായത്തിന് കിട്ടാത്തത് എന്തുകൊണ്ടാണ്? റബ്ബിന്റെ നിയമങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. എന്റെ കരാറ് നിങ്ങൾ എന്നോട് ഇങ്ങോട്ട് പുലർത്തിയാൽ നിങ്ങളെ സംരക്ഷിക്കുമെന്ന കരാറ് ഞാൻ അങ്ങോട്ടും പുലർത്തുമെന്നല്ലേ റബ്ബ് പറഞ്ഞത്. വെറും മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹും, സറഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും, ഹബീബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും ആകെ 12 ആളുകൾ ഇന്ത്യ രാജ്യത്ത് വന്നപ്പോ അവരെ കയ്യിൽ തോക്കില്ല,
അവരുടെ കയ്യിൽ വാളില്ല, അവരുടെ കയ്യിൽ അതാ കത്തിയില്ല, അവർക്ക് സംഘടനയില്ല, സ്ഥാപനങ്ങളില്ല, അവർക്കതാ പണമില്ല, ഒന്നുമില്ല. വെറും കയ്യോടെ വന്ന് ഈ രാജ്യത്ത് ഒരൊറ്റ മുസ്ലിം ഇല്ലാത്ത സമയത്ത് 12 ആളുകൾ വന്നപ്പോ കൊടുങ്ങല്ലൂരിൽ പള്ളി ഉണ്ടായില്ലേ, കൊല്ലത്ത് പള്ളി ഉണ്ടായില്ലേ, ധർമ്മടത്ത് പള്ളി ഉണ്ടായില്ലേ, മാടായി പള്ളി ഉണ്ടായില്ലേ, അങ്ങനെ ചാലിയത്ത് പള്ളി ഉണ്ടായില്ലേ. 12 ആളുകൾ വന്ന് 10 പള്ളി ഉണ്ടായില്ലേ. ഇന്ന് 12 കോടിയിലധികം മുസ്ലിമീങ്ങൾ ഇല്ലേ? അല്ല, അതിന്റെ ഇരട്ടിയോളമോ അതിലപ്പുറമോ ഇല്ലേ? പക്ഷേ പള്ളി പൊളിക്കപ്പെട്ടില്ലേ. എന്തേ കാരണം? പടച്ചവന്റെ അധികാരത്തിന് വല്ല കുറവുണ്ടോ? അല്ലാഹുവിന്റെ കഴിവിന് വല്ല കുറവുണ്ടോ? അല്ലാഹുവിന് വല്ലതും നടക്കാത്തതുണ്ടോ? റബ്ബിന്റെ സഹായം കിട്ടുന്നില്ല ഈ സമുദായത്തിന്. കാരണം എന്തേ? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹിൽ അസീസിൽ ഹകീം. ഹിക്മത്തുള്ളവനും ഇസ്സത്തുള്ളവനുമായ റബ്ബിന്റെ സഹായത്തിന് നമ്മൾ പറ്റാത്തവരായി പോയി. കാരണം അല്ലാഹുവിന്റെ നിയമങ്ങൾ ഒരു സ്ഥലത്തും നമ്മൾ വില വെക്കുന്നില്ല. പടച്ചവൻ പണം തന്നപ്പോ അതല്ലേ സൂറത്ത് നൂനിൽ അല്ലാഹ് പറഞ്ഞത്, അങ്കാനദാ മാലിൻ, അവൻ ധനികനായതിനാൽ, വബനീൻ, ആൺകുട്ടികൾ കുറെ ഉണ്ടായതിനാൽ എന്തും പറയാമെന്നായി, എന്തും ചെയ്യാമെന്നായി. എല്ലാ നാശവും പണം വർദ്ധിച്ചപ്പോഴുണ്ടായി അല്ലേ? പണം കുറഞ്ഞിരുന്ന കാലത്ത് മുസ്ലിമീങ്ങൾക്ക് വലിയ ഇസ്സത്തുണ്ടായിരുന്നു അല്ലേ? പണത്തിന്റെ ഗുങ്കില് ചെയ്യുന്ന പച്ച ഹറാമുകൾ അത് നിർത്തിവെക്കണേ മുസ്ലിമീങ്ങളെ. അതിന് കൂട്ടുനിൽക്കരുതേ ഇസ്ലാം സിരയിലൂടെ ഒഴുകുന്ന യുവാക്കളെ.